പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോ സിമെന്റിൽ ടാൻഡം ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? അധികം പറഞ്ഞു കൊടുക്കേണ്ടതൊന്നും വന്നില്ല. അവരുടേതായ ഐഡിയയിൽ കുറേ ഐഡിയാസൊക്കെ പറഞ്ഞു തന്ന് വളരെ നല്ല രീതിയിൽ ചെയ്തു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻട്രഡക്കർ ഇൻറ്റീരിയേഴ്സ്. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം കുറവലങ്ങാടാണ്. റീജോ സാറിൻ്റെ വീട്ടിലാണ്. മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീട്ടിൽ കിച്ചണ്, വർക്ക് ഏരിയ, വാഷ് യൂണിറ്റ്, ബെഡ്റൂം, വാർഡ്രോബ്സ് ഇവയെല്ലാം ഫെറോ സിമെൻറ്റ് വെച്ച് കബോർഡുകളുടെ സ്ട്രക്ചർ പണിതതിന് ശേഷം കിച്ചണ്, വർക്ക് ഏരിയ, വാഷ് യൂണിറ്റിലേക്ക് 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിലേക്ക് മൈക്ക ലാമിനേറ്റ്സ് ഉപയോഗിച്ചാണ് ഡോർ ചെയ്തിരിക്കുന്നത്. കൂടാതെ ബെഡ്റൂമിലേക്ക് പ്രീ ലാമിനേറ്റഡ് MDFുമാണ് ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. ഈ വീടിൻ്റെ ഓർഡർ കൂടിയായ റീജോ സാർ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് ചോദിക്കാം. സാറേ, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു അഭിപ്രായം നമ്മൾ പറയാമോ? വളരെ നല്ല വർക്കായിരുന്നു. ഞാൻ യൂട്യൂബിലൂടെയൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് മജീഷിൻ്റെ വർക്കിലേക്ക് വന്നത്. കൂടെയുള്ള ഇവിടെ വന്ന പണിക്കാരൊക്കെ ആണെങ്കിൽ പേരെടുത്ത് പറയണം, ഷിജു, സണ്ണി, അവർ രണ്ടുപേരുമായിരുന്നു. വളരെ സപ്പോർട്ടായിരുന്നു. നമ്മൾ അധികം പറഞ്ഞു കൊടുക്കേണ്ടതൊന്നും വന്നില്ല. അവരുടേതായ ഐഡിയയിൽ കുറേ ഐഡിയാസൊക്കെ പറഞ്ഞു തന്ന് വളരെ നല്ല രീതിയിൽ ചെയ്തു. വർക്ക് തീർന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടോ? മൊത്തത്തിൽ വന്ന് കണ്ടവരെല്ലാവർക്കും നല്ല അഭിപ്രായം പറഞ്ഞു. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് എത്ര നാളായി? 4 മാസം. 4 മാസത്തോളമായി ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. ഓണർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും വർക്ക് നിങ്ങളത് കണ്ടു നോക്കുക. ഒരു ഓപ്പൺ കിച്ചണാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു പാൻട്രി യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് 2 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ മനോഹരമായിട്ടൊരു ആർക്കിട്രേവും 2 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. C ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ലാബാണ് ഈ കിച്ചണകത്ത് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലാണ് ഹാൻഡിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഗ്രീനാണ് കളർ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോ സിമെൻ്റ് ആണെന്ന് മനസ്സിലാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സെയിം മെറ്റീരിയൽ വെച്ച് പാനൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ പലരും ചോദിച്ചൊരു കാര്യമാണ് ടാൻഡം ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഫെറോ സിമെൻറ്റിനകത്ത്. തീർച്ചയായിട്ടും പറ്റും. ഇവിടെ നമ്മൾ 3 ടാൻഡം ബോക്സും ഒരു 3 ലെയർ ബോട്ടിൽ പുള്ളോട്ടുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ കട്ട്ലറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ സിങ്കിനോട് ചേർന്ന് തന്നെ 2 പ്ലേറ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സിങ്കിൻ്റെ നേരെ മുകളിലായിട്ട് തന്നെ ഒരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു റൈറ്റിംഗ് ടേബിളും കൂടാതെ ഒരു ബുക്ക് ഷെൽഫും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫെറോ സിമെൻ്റ് ആണ് സ്ട്രക്ചർ. പ്രീ ലാമിനേറ്റഡ് MDF വെച്ചാണ് നമ്മളിതിൻ്റെ ഡോർ ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ട് ഡോറുള്ള ഒരു ബെഡ്റൂം വാർഡ്രോബാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെറോ സിമെൻ്റ് ആണ് സ്ട്രക്ചർ. നമ്മളിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അയൺ ചെയ്യുന്നതിനും കൂടാതെ റൈറ്റിംഗ് ടേബിളുമായിട്ട് നമുക്ക് ആ ടേബിൾ ഉപയോഗിക്കാം. അതിൻ്റെ ടോപ്പ് നമ്മൾ ഈ ഡോർ ചെയ്ത് സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ പാനൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോ സിമെൻറ്റിൽ സ്ലൈഡിംഗ് ഡോർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നമ്മളിവിടെ സ്ലൈഡിംഗ് ഡോറാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് തുറക്കുമ്പോൾ മനസ്സിലാവും ഫെറോ സിമെൻറ്റ്. ഇവിടെ ഷർട്ട് ഹാങ് ചെയ്യാനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഡസ്റ്റ് ഒന്ന് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡോറിൻ്റെ സൈഡിൽ നമ്മളൊരു വെതർ സ്ട്രിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്.
വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻട്രഡക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻട്രഡക്കർ ഇൻറ്റീരിയേഴ്സ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.